പ്രശാന്ത് ഏട്ടാ, സർവവ്യാപിയാണ് ഗണേശൻ. ഈ ഗണേശനെ ഒരുപാട് ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഗണേശനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരുണ്ട്. പക്ഷേ ഈ ആരാധന അധിക്ഷേപമായി തീരുകയാണ് ഒരു സ്ഥലത്ത്. ഹിന്ദു സംഘടനകൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. ഒന്ന് നോക്കിയേ, ഗണേശനെ ഒരു ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആരാധനാമൂർത്തിയായ ഗണേശനെ അടിവസ്ത്രത്തിൽ വരെ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തൊരു മോശമാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വിവേക ഉള്ളൊരു മുതലാളി ഇത് ചെയ്യൂ? ഇല്ല. വാൾമാർട്ടാണ് ഇതിന് പിന്നിൽ. അതെ, അതിൻ്റെ വിശദാംശങ്ങളും കൂടെ നമ്മൾ ഒന്ന് നോക്കാം. ഈ അമേരിക്കയിലെ ഒരു കുത്തക ഭീമനാണ് ഈ വാൾമാർട്ട്. അറിയാമല്ലോ, ലോക വിപണി, നമ്മൾ ആമസോൺ പോലെയൊക്കെയുള്ള പല കുത്തക കമ്പനികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ വാൾമാർട്ട് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്. എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് സർക്കാരാണ് അവർക്ക് ഇന്ത്യയിൽ സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാൻ, അതിനു മുമ്പും അവർ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഇന്ത്യയുടെ വാതിലുകൾ അവർക്കായിട്ട് തുറന്നിട്ട് കൊടുത്തത് മൻമോഹൻ സിംഗ് സർക്കാരാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇരിക്കട്ടെ, ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന പണി, കാലിലിടുന്ന ചപ്പലുണ്ടല്ലോ, സ്ലിപ്പർ, നമ്മൾ മലയാളത്തിൽ ചപ്പലെന്ന് പറയും, അത് അടിവസ്ത്രങ്ങൾ, സ്വിമ്മിങ് സ്യൂട്ട്, ഇങ്ങനെയുള്ള പലതിലും ഈ കോടിക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ദൈവം ആയി ആരാധിക്കുന്ന ഗണപതി ഭഗവാന്റെ ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്താണ് വരുന്നത്. ഇത് അമേരിക്കയിലാണ് വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു കഴിഞ്ഞു. അമേരിക്കൻ ഹിന്ദു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഹിന്ദു സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു. ഇത് അടിയന്തരമായിട്ട് ഉടൻ പിൻവലിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ഈ സ്ലിപ്പർ, അടിവസ്ത്രം അങ്ങനെയുള്ളതിൽ നിന്ന് ഗണപതിയുടെ പടം, ചിത്രം പിൻവലിച്ചുകൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അതെല്ലാം പിൻവലിച്ചു. പക്ഷേ ഈ സ്വിമ്മിങ് സ്യൂട്ടിലെ പടം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അങ്ങനെ ഏതാനും ചില സാധനങ്ങളിൽ ഈ ചിത്രങ്ങൾ, ഗണേശ ഭഗവാന്റെ ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്ത് അവർ പുറത്ത് വിടുന്നുണ്ട്. ആ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇത് അവൈലബിളാണ്, ഓർഡർ ചെയ്താൽ കിട്ടും. നോക്കൂ, ഇത് വളരെ എന്താ പറയണ്ടേ, നിങ്ങൾ വിശ്വാസികളായ ഹിന്ദുക്കളെ മുഴുവനും എടുത്തോളൂ. അത് ശൈവരാകട്ടെ, വൈഷ്ണവരാകട്ടെ, ശാക്തേയരാകട്ടെ, അല്ലെങ്കിൽ ഏത് 33 ദേവതകളിൽ ആരെ പൂജിക്കുന്നവരും ആകട്ടെ, അവരെല്ലാവരും ഏത് കർമ്മം തുടങ്ങുന്നതിന് മുമ്പും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കും, ഗണപതി ഹോമം നടത്തും, ഗണപതി പൂജ ചെയ്യും. അല്ലേ? പണ്ട് CPM പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മിത്താണ് ഗണപതിയുടെ വീട്ടിൽ ഗണപതി ഹോമം വേണ്ട എന്നൊക്കെ പറഞ്ഞ് CPM 10 ഇറക്കിയതാണ് പണ്ട്. എന്നിട്ട് അവസാനം ആ CPMന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിന്തനീയം, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ എല്ലാ ഹിന്ദുക്കളും ആരാധിക്കുന്ന ഒരു മൂർത്തിയാണ് ഗണപതി ഭഗവാൻ. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പേയും ഒരു നിമിഷം, ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പേയും അത് വിഘ്നങ്ങളൊന്നും കൂടാതെ ഭംഗിയായി പൂർത്തിയാക്കാൻ, ആ കർമ്മം പൂർത്തിയാക്കാൻ സാധിക്കണം എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഗണപതിയെ സ്തുതിക്കുന്നത്. അതായത് വിഘ്ന നിവാരകനാണ്, വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് വിഘ്നേശ്വരൻ. ഗണപതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കിടയിൽ മാത്രമല്ല, ഈ മറ്റ് മതസ്ഥർക്കിടയിൽ പോലും ഗണപതിക്ക് ആരാധകരുണ്ട്. ഷാറൂഖ് ഖാൻ വലിയൊരു ആരാധകനാണ്, ഗണപതി ആരാധകനാണ്. അല്ല, ലോകത്ത് അങ്ങനെ ഒരുപാട് പേരുണ്ടെന്നേ. ഈ ഗണപതിയെ പൂജിക്കുന്ന, ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഗണപതിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സങ്കല്പമാണ്. നമ്മളതിൻ്റെ യുക്തിയൊന്നും അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. വിശ്വാസത്തിൻ്റെ പുറകിലെ യുക്തി അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. അവിടെ മനസ്സമാധാനം കിട്ടാനാണ്, മറ്റാർക്കും ഉപദ്രവം ഉണ്ടാകുന്നില്ലല്ലോ. ഗണപതിയെ പൂജിക്കുന്നത് കൊണ്ട് മറ്റ് ലോകത്ത് ഏതെങ്കിലും ഒരു ജീവിക്ക് അതുകൊണ്ട് ദോഷം വരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് ശരിയല്ലെന്ന്. പക്ഷെ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. തൂണിലും തുരുമ്പിലും ഭഗവാൻ, മണ്ണിലും തൂണിലും തുരുമ്പിലും. പക്ഷേ ഈ വാൾമാർട്ടിന്റെ ഈ ഒരു നടപടിയെ നമുക്ക് അധിക്ഷേപമായിട്ട് കാണേണ്ടതുണ്ടോ? കാരണം ഗണപതിക്ക് കുറച്ചും കൂടി, അതായത് ഏറ്റവും ചെറിയ വസ്തുവിൽ കൂടി ഗണപതിയെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നല്ലേ അതിന്റെ? അല്ല, ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു ന്യായം പറയാം. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ഈശ്വരനെ ചവിട്ടുമെന്നാണ്. അമ്മ, അച്ഛൻ ഒക്കെ നമുക്ക് പൂജനീയരാണ്, നമ്മൾ അവരെല്ലാം ബഹുമാനിക്കുന്നു, അവരെയെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ അവരെ ചവിട്ടുമോ?
അവരുടെ പടം, അച്ഛൻ്റെ പടം ഞാൻ എൻ്റെ ചപ്പലിൻ്റെ ഇതിൽ ശരി, ചപ്പൽ നമുക്ക് വിട്ടേക്കാം. അടിവസ്ത്രത്തിൽ വെക്കുമോ? സ്വിമ്മിങ് സൂട്ടും ഓട്ടെ, ഞാൻ അതാണ് ചോദിച്ചത്. ഒരു ബനിയൻ തയ്യാറാക്കുന്നു, അതിൽ ഗണപതിയുടെ പടം വെച്ചാൽ നമുക്ക് പിന്നെയും പറയാം, ഇവനൊരു ഗണേശ ഭക്തനാണ്, അല്ലെങ്കിൽ ഇവളൊരു ഗണേശ ഭക്തയാണ്, അതുകൊണ്ട് ആ പടം ഇഷ്ടപ്പെടുന്നു, അതെപ്പോഴും തൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നു. ഇതൊന്നും അല്ലെന്നേ. ഇത് ഈ ഗണപതിയെ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ മറ്റേതെങ്കിലും വിധത്തിൽ ലോകത്ത് ഇതിനെതിരായിട്ട് നിൽക്കുന്ന മതമൗലികവാദ പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഇത് കൂടുതൽ കച്ചവടം നടക്കുമോ? ഇതൊക്കെയാണ് ചിന്ത. ഇതൊക്കെ ചില മാർക്കറ്റിംഗ് തട്ടിപ്പുകളാണ്. അതുപോലെ തന്നെ ഈ ഗണപതി, അപ്പോൾ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഗണപതിയുണ്ട്, എന്നാൽ പിന്നെ ഈ ചപ്പലിലും ഗണപതിയെ വെക്കാം. ഹിന്ദുക്കൾ അത് വാങ്ങിച്ചിട്ട് ആ ഗണപതിയാണ് എന്നെ താങ്ങുന്നത് എന്ന് വിചാരിച്ച് ഹിന്ദുക്കൾ ഇതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഇത് ആൾക്കാരുടെ വികാരത്തെ കുത്തി നോവിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് മറ്റു പ്രയോജനമൊന്നും ഉണ്ടാവില്ല. എന്തായാലും അമേരിക്കയിലെ ഹിന്ദു ഫൗണ്ടേഷൻ വളരെ ശക്തമായ, ഇതിനെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങളും കൂടി ഞാൻ പറയാം. അവർ വളരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. വാൾമാർട്ടിൻ്റെ നടപടി ഹിന്ദു സമൂഹത്തിൻ്റെ വികാരം വ്രണപ്പെടുത്തുന്നതാണ്, പ്രതിഷേധക്കാർ പറയുന്നതാണ്. ഈ അജ്ഞത നിറഞ്ഞ പ്രവൃത്തിയുടെ പിന്നിൽ സംസ്കാരത്തെയും വിശ്വാസത്തെയും കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് അടിയന്തരമായി നിർത്തിവെക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗണപതിയുടെ പടം വെച്ച് ഒരു ബനിയൻ ഇറക്കി, അത് നന്നായിട്ട് പോയി. എന്നാൽ പിന്നെ ഗണപതിയുടെ പടം വെച്ചൊരു ചപ്പൽ ഇറക്കി നോക്കാം. എങ്ങനെയും കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. എന്തായാലും ഇവരുടെ പ്രതിഷേധം കുറിക്ക് കൊണ്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർ ഈ ചപ്പലിലും ഈ അടിവസ്ത്രത്തിലും ഒക്കെ ഉള്ളത് ആ പ്രോഡക്റ്റുകളൊക്കെ അവർ പിൻവലിച്ചു. പക്ഷേ ഈ സ്വിമ്മിങ് സൂട്ടുകൾ പിൻവലിക്കാൻ തയ്യാറായില്ല. ഇതുകൂടെ പിൻവലിക്കണം എന്നാണ് ഹിന്ദു ഫൗണ്ടേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അമേരിക്കയിൽ. അതായത് അമേരിക്കയിൽ വലിയ തോതിൽ ഹിന്ദുത്വത്തിനും, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വം ഒരു ആഗോള ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ആൾക്കാർ വലിയ തോതിൽ ഇസ്കോൺ പോലെയുള്ള സംഘടനകൾ വഴി ഹൈന്ദവ ആരാധന, ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ ജീവിത രീതി, നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്, ഇന്ത്യ വിട്ട് ലോകത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. അതൊരു സത്യമാണ്, അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിൽ ഏറ്റവും വലിയൊരു പ്രൈം ബ്രാൻഡാണ് ഹിന്ദുയിസത്തിലെ ഗണപതി. അതിനെ അധിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കച്ചവടച്ചരക്കാക്കുന്ന, എനിക്ക് അതിൽ അപ്പോഴും വിശ്വാസികളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നുവെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വവ്യാപിയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇത്തരം മെറ്റീരിയലുകളിൽ സ്ലിപ്പേഴ്സിനെ നമുക്ക് ഒഴിവാക്കിയേക്കാം. മറ്റു മെറ്റീരിയലുകളിൽ ഗണപതിയെ ഉണ്ടാവുമ്പോൾ അതിൽ എന്തിനാണ് ഈ വികാരം പുറപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ സർവ്വവ്യാപി അല്ല ഈശ്വരൻ എന്ന് പറയണം. അപ്പൊ സമ്മതിക്കാം, ശരിയാണ്. ഈ സർവ്വവ്യാപിയായ ഈശ്വരനെയാണ്, രൂപമില്ലാത്ത ഈശ്വരനെയാണ് ഭക്തരൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്നത്, അല്ലേ? ഈ സർവ്വവ്യാപിയായ ഈശ്വരനെ, സർവ്വവ്യാപി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു രൂപം സങ്കല്പിച്ചാണ് ആരാധിക്കുന്നത്. അപ്പോൾ ആ രൂപം അവർ വളരെ പവിത്രമായി കരുതുന്നു. ആ പവിത്രമായി കരുതുന്ന രൂപത്തെ ഇങ്ങനെ എന്താ പറയുക, കച്ചവടച്ചരക്കാക്കരുത്. ഇതാണ് അതിനകത്തുള്ള വിഷയം. അതിനെ കച്ചവടം ചെയ്യരുത്. അത് ആൾക്കാരുടെ വികാരം വ്രണപ്പെടുത്തും. നിങ്ങളത് പറഞ്ഞതുപോലെ ഒരു ബനിയൻ ഇറക്കി, അതിലൊരു ഗണപതിയുടെ ചിത്രമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അടിവസ്ത്രത്തിലും ചപ്പലിലും ഗണപതിയുടെ ചിത്രം വെക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? അതൊരു ശരിയായ കാര്യമല്ല. അടിവസ്ത്രം പോലും ബ്രാൻഡ് നോക്കി, ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതെ, ആ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. അടിവസ്ത്രത്തെ നമ്മൾ അത്രയും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ആൾക്കാർക്കത് ഒരു വിഷമം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ആരാധനാമൂർത്തി, എൻ്റെ ദൈവം എന്ന മനുഷ്യൻ്റെ സങ്കല്പത്തെ നമ്മൾ മാനിക്കണം. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിൻ്റെ പടം ഇതുപോലെ ഇവർ ചെയ്യുമോ? ക്രിസ്തുവിൻ്റെ ഒരു പടം ഇതുപോലെ ഗണപതിയുടേതുപോലെയുള്ള ഒരു പടം ചപ്പലി കൊണ്ട് വയ്ക്കുമോ? ചെയ്യുമോ? അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ റംസാൻ ഇത്, അല്ലെങ്കിൽ ഈ ഉംറയൊക്കെ ചെയ്യുന്നല്ലോ, അവിടെ മക്കയിലെ കാബ, അതിൻ്റെ ചിത്രം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ചെയ്താൽ അവർ വിവരം അറിയില്ലേ? അത് തെറ്റല്ലേ അങ്ങനെ ചെയ്യുന്നത്? അത് ശരിയാണോ? അല്ല, ഒരിക്കലും ശരിയല്ല. നമ്മൾ വിശ്വാസത്തെ മാനിക്കാൻ പഠിക്കണം. മര്യാദ വേണം, സംസ്കാരം വേണം. നമുക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലത്. അവരൻ്റെ വിശ്വാസത്തെയും അവരൻ്റെ ചിന്താഗതികളെയും ഒക്കെ മറ്റാർക്കും ദോഷമില്ലെങ്കിൽ നമുക്കത് ബഹുമാനിക്കുന്നതിന് എന്താണ് കുറവ്? അതിൽ എന്താണ് തെറ്റ്? അപ്പോൾ അതൊന്നുമല്ല
ഇവിടെ ഈ നീചമായ ചില കച്ചവട തന്ത്രങ്ങളാണ്. അത് ഒന്ന് പയറ്റി നോക്കിയതാണ് വാൾമാർട്ട്. അത് ഏറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും വാൾമാർട്ട് ഇതിലൊരു വിശദീകരണം നൽകിയില്ല. ഈ വാൾമാർട്ട് വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. ഈ ചില പ്രോഡക്റ്റുകൾ അവർ പിൻവലിച്ചു, പക്ഷെ സ്വിമ്മിങ് സൂട്ട് പിൻവലിച്ചിട്ടില്ല. അപ്പം ഹിന്ദു ഫൗണ്ടേഷൻ ഇപ്പോൾ പറയുന്നത് അതും കൂടെ പിൻവലിക്കണം എന്നാണ്. അത് പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇതിൻ്റെ പേരിൽ നിയമ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല, നടന്നിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതവിടെ നിൽക്കട്ടെ. നിയമ നടപടിയിലേക്ക് ആരെങ്കിലും പോയാൽ അത് അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ വാൾമാർട്ടിന് ബോധം വേണം, തിരിച്ചറിവ് വേണം, വിവേകം ഉണ്ടായിരിക്കണം. അല്ലാതെ എന്തും എടുത്ത് കച്ചവടം ചെയ്ത് ഈ വെടക്കാക്കി തനിക്കാക്കുന്ന പരിപാടി ലോകത്ത് ഇനി നടപ്പില്ല. പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ കാര്യത്തിൽ അത് ഒട്ടും തന്നെ നടപ്പില്ല. ഹിന്ദു ഉണർന്നിരിക്കുകയാണ്. അതൊരു ആഗോള ബ്രാൻഡ് ആയിരിക്കുകയാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിച്ച നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഹിന്ദു ഫൗണ്ടേഷനെ പ്രത്യേകം വിളിച്ച് അവരെ അഭിസംബോധന ചെയ്ത് അവരോട് വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഒരു വിവാദം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ ഗണപതി പൂജ നടത്തിയപ്പോൾ നരേന്ദ്രമോദി വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഗണപതി മൊത്തത്തിൽ എല്ലാവരുടെയും സ്ഥാനമാനങ്ങൾ. ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഗണപതി ഹോമം നടക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സുഹൃത്തും പരിചയക്കാരനും ബന്ധുവും അല്ലെങ്കിൽ എൻ്റെ മേലധികാരിയായിരിക്കുന്ന ആളിനെ എനിക്ക് വിളിക്കാം. എൻ്റെ വീട് പാല് കാച്ചുന്ന അവസരത്തിൽ ഞാൻ ഗണപതി ഹോമം ചെയ്യില്ലേ? അത് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. പക്ഷെ ചെയ്യുന്നവർ ഇതുപോലെ മറ്റുള്ളവരെ വിളിക്കും, അപ്പോൾ വരും, അവർ പങ്കെടുക്കും. അതിനെയൊക്കെ വിവാദമാക്കാൻ തുടങ്ങിയ എന്താ പറയണ്ടേ? ഇതിനൊന്നും ഒരർത്ഥവും ഇല്ല. വെറുതെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ, ചില നരേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്ത് ചില ആഖ്യാനങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ശ്രമമാണ്. ഇവിടെ വാൾമാർട്ടും ഒരു മുതലെടുപ്പ് നടത്തി നോക്കി. അത് ഹിന്ദു സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അത് ചീറ്റിപ്പോയി. ഇതാണ് സത്യം. അതെ.